ദൈവനാമത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് ദിനവൃത്താന്തം 28:20 ഇങ്ങനെ വായിക്കുന്നു. പിന്നെ ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോട് കൂടെയുണ്ട്. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദാവീദ് രാജാവ് ശലോമോനോട് പറയുകയാണ്, നിന്നെ ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ആലയം പണി തീരുവോളം അതെ, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല, കരുതിക്കൊള്ളുമെന്നുള്ള ഉറപ്പാണ് ദാവീദ് കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഇന്ന് ഭയത്തിന്റെ അധീനതയിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടോ? നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഭ്രമിച്ചു നോക്കണ്ട. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ശുശ്രൂഷകരെ കേട്ടാട്ടെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതിയുമായി നിങ്ങൾ മുന്നോട്ട് പോയാട്ടെ. ദൈവമാണ് നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുള്ളതെങ്കിൽ ദൈവം അത് നിർവഹിച്ചിരിക്കും, അത് നിവർത്തീകരിച്ചിരിക്കും. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാർ, കർത്താവിൻ്റെ ദാസന്മാർ, വേലയോടുള്ള ബന്ധത്തിൽ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ആലയം പണിക്കായിട്ടുള്ള സ്വരുക്കൂട്ടലായിരിക്കാം ഇന്ന് പകലിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ വെച്ച് സ്റ്റോപ്പായിരിക്കാം. നിങ്ങളുടെ ആലയം പണി സ്റ്റോപ്പായിരിക്കാം. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഭ്രമിച്ചു നോക്കണ്ട. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. കർത്താവ് പറഞ്ഞിട്ടല്ലേ ആ ആലയം പണി തുടങ്ങിയത്. കർത്താവ് അത് നിർവഹിക്കും. അതെ, നിങ്ങളുടെ മിനിസ്ട്രിയോടുള്ള, നിങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളൊരു ഫൈനാൻഷ്യൽ പ്രൊവിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തനാണോ? നിങ്ങൾ അത് ഓർത്ത് ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. സ്വർഗം കരുതിയിട്ടുണ്ട്, സ്വർഗം കരുതിയിട്ടുണ്ട്. അതെ, ശുശ്രൂഷ നിങ്ങളുടേതല്ല, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാ. ദൈവമാ അതിൻ്റെ ഓണർ. ദൈവം നിങ്ങളിൽ കൂടി അത് നിർവഹിച്ചിരിക്കും. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. അതുകൊണ്ട് മനം തളർന്നു പോകണ്ട. സ്വർഗത്തിലെ യേശുപ്പൻ നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഒന്നിനാലും ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. കർത്താവ് നിങ്ങളെ നടുക്കടലിൽ ഇട്ടേച്ചു പോകത്തില്ല. നിങ്ങളെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ ഒരു അത്ഭുത സാക്ഷ്യമാക്കി നിങ്ങളെ അതിനു മധ്യ ഉപയോഗിക്കും. ദൈവ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി തിരിച്ചവരല്ലേ? ദൈവ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി തിരിച്ചതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ പകുതി വഴി വെച്ചിട്ട്, ആ പകുതി വെച്ചിട്ട് നിർത്തേണ്ടവരല്ല. ആമേൻ, സ്തോത്രം. നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങൾ ഒരു അത്ഭുത സാക്ഷ്യമായി അത് പൂർത്തീകരിച്ച് പുറത്തു വരുവാൻ പോകുന്നു. ഒരു പിശാചിനും നിങ്ങളെ തൊടുവാൻ എൻ്റെ സ്വർഗത്തിൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. അത് അവൻ അനുവദിക്കത്തില്ല. നിങ്ങളുടെ തലയിൽ ഒരു മുടിനാര് താപ്പോട്ട് പൊഴിയണമെങ്കിൽ സ്വർഗം കൽപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് ഭയപ്പെടണ്ട. ഭയത്തിന്റെ അധീനതയിലിരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ കെണിയിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു. ഭയം ഒരു കെണിയാകുന്നു, അതൊരു ബന്ധനമാകുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്നത്രേ കർത്താവിന്റെ വചനത്തിലുള്ളത്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചാട്ടെ. അവൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മറ്റൊരു വ്യക്തിയിൽ കൂടെയല്ല, നിങ്ങളിൽ കൂടെ തന്നെ അത് നിർവഹിക്കും. അഭിഷിക്തന്മാരെ, വിശ്വാസത്തോടെ നിങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോയാട്ടെ. സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട്. അവനല്ലേ നിങ്ങളുടെ വലങ്കരം പിടിച്ച് ശുശ്രൂഷയ്ക്കായി ഇറക്കിയിരിക്കുന്നത്. സ്വർഗം നിങ്ങളെ ശക്തമായി തന്നെ നടത്തും. അതെ, ആ ആലയം പണി പൂർത്തീകരിക്കപ്പെടും. അതെ, ആ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോജക്റ്റുകൾ നിങ്ങളിൽ കൂടി പൂർത്തീകരിക്കപ്പെടും. അത് വഴിയിൽ വെച്ച് നിന്നു പോകത്തില്ല. നിങ്ങളിൽ കൂടെ ആ അത്ഭുതം സംഭവിച്ചിരിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അഭിഷിക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അസൈൻമെന്റുകൾക്കായിട്ട് നന്ദി. കർത്താവെ, അവർ ഭയപ്പെട്ടിരിക്കുന്ന ചില അഭിഷിക്തന്മാരുണ്ടല്ലോ. കർത്താവെ, അതിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. സ്വർഗമാണല്ലോ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രി. അത് കർത്താവ് തന്നെ തികച്ചെടുക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനുള്ള പ്രൊവിഷൻസ് യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആയിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. സകല മാനുമോത്വം കർത്താവ് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു.